മാംഗല്യം. പിറ്റേന്ന് പതിവിലും നേരത്തെ ഉണർന്നത് ജാൻവിയായിരുന്നു. ജഗൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. ജാൻവി സൈഡ് ടേബിളിലിരുന്ന ഫോണിലേക്ക് സമയം നോക്കി. ഏകദേശം 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അഴിഞ്ഞുലിഞ്ഞുപോയ മുടി വാരിക്കെട്ടി സ്ഥാനം തെറ്റിക്കിടന്ന ഉടുപ്പ് നേരെയാക്കി അവൾ നേരെ ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി ബ്രഷൊക്കെ ചെയ്തു വന്ന് കുറച്ചു സമയം ബാൽക്കണിയിൽ നിന്നു. ഞാൻ കണ്ടെത്തി വെച്ച് ഏറ്റവും മനോഹരമായ പ്രഭാതങ്ങളിൽ ഒന്ന് ഇവിടെ നിന്നാണെന്ന് അവൾക്ക് തോന്നി. അത്രയേറെ മനോഹരമായ കാഴ്ചയാണ് ആ ബാൽക്കണിയിൽ നിന്ന് അവൾ നോക്കിക്കണ്ടത്. അങ്ങകലെ പൊട്ടിവിടർന്നു വരുന്ന പ്രഭാതവും കായലിലൂടെ അങ്ങിങ്ങായി ഒഴുകി പരന്നു പോകുന്ന കുഞ്ഞൻ വള്ളങ്ങളും ബോട്ടുകളും. എപ്പോഴത്തെയും പോലെ ആ കാഴ്ചയും മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ജാൻവി പതിയെ കിച്ചണിലേക്ക് നടന്നു. എന്നും ജഗനല്ലേ കോഫി ഉണ്ടാക്കി തരുന്നേ. ഇന്ന് നല്ലൊരു കോഫി ജഗൻ ഉണ്ടാക്കി കൊടുത്ത് ഒന്ന് ജഗനെ ഞെട്ടിക്കണം. ജാൻവി മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് കിച്ചണിലേക്ക് നടന്നത്. കോഫി പൗഡറും ഷുഗറും എല്ലാം എടുത്ത് അടുത്തേക്ക് വെച്ചുകൊണ്ടവൻ കോഫി ഉണ്ടാക്കുവാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസത്തെ കോഫി പാളിപ്പോയതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകം കരുതലോടെയാണ് കോഫി ഉണ്ടാക്കുന്നത്. പാല് നന്നായി തിളപ്പിച്ച് പതഞ്ഞു പൊങ്ങി വന്ന സമയത്ത് വളരെ കുറച്ചു മാത്രം കോഫി പൗഡറും അത്യാവശ്യത്തിന് മാത്രം ഷുഗറും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് അവൾ ആ കോഫി ഉണ്ടാക്കിയെടുത്തു. ചൂട് തണുത്തപ്പോ പതിയെ കുടിച്ചു നോക്കി. കൊള്ളാം, തരക്കേടില്ല, ഇംപ്രൂവ്മെന്റ് ഉണ്ട്. വെൽഡൻ ജാൻവി. വലം കൈകൊണ്ട് ഇടം തോളിൽ മെല്ലിയൊന്ന് തട്ടി സ്വയം പറഞ്ഞുകൊണ്ട് ജഗന് വേണ്ടി കുറച്ച് കോഫി ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചു അവൾ. കോഫി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തപ്പോ ജാൻവിക്ക് കോൺഫിഡൻസ് കൂടി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ജഗനെ ഒന്ന് സർപ്രൈസ് ആക്കിയാലോ അവൾ മനസ്സിലോർത്തു. ശേഷം ചുണ്ടിൽ ഒളിപ്പിച്ച കള്ളച്ചിരിയുമായി കബോർഡിൽ ഇരുന്ന ബ്രെഡ് എടുത്ത് ടോസ്റ്ററിലേക്ക് വെച്ചു ടോസ്റ്റ് ചെയ്തു. അതിലേക്ക് നെയ്യ് തേച്ചു. ശേഷം ഫ്രിഡ്ജിൽ നിന്ന് 3-4 മുട്ടയെടുത്ത് ബുൾസൈ ഉണ്ടാക്കി അതിനു മുകളിലും ലൈറ്റായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും തൂവി. എന്തോ വളരെ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതിന്റെയും ഒക്കെ സന്തോഷം ജാൻവിയുടെ മുഖത്തുണ്ടായിരുന്നു. അതേ സമയം തന്നെയാണ് ജഗൻ അവിടേക്ക് വന്നത്. ആഹാ, ഞാൻ എന്തായി കാണുന്നേ? ഒട്ടും പ്രതീക്ഷിക്കാതെ ജാൻവിയെ കിച്ചണിൽ കണ്ടതും അവനും അത്ഭുതം. ശോ, വന്നോ? ജാൻവി ജഗനെ കണ്ടതും ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. പിന്നെ വരണ്ടേ? ജഗൻ തിരികെ ചോദിച്ചു. അതല്ല, ഞാൻ ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കുമായിരുന്നു ജഗന് തരാൻ വേണ്ടി. ശരിക്കും? മറുപടിയായി ജഗൻ ചോദിച്ചു. ജഗൻ ഇതൊന്ന് കുടിച്ചു നോക്കിക്കേ, നല്ല ടേസ്റ്റ് ഇല്ലേ? ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ച കോഫി ഒരു കപ്പിലേക്ക് പകർന്നെടുത്തുകൊണ്ട് അവന് നേരെ നീട്ടിയവൾ ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അവനവളെ അഭിനന്ദിച്ചു. കൊള്ളാം, നന്നായിട്ടുണ്ട്. അതവൾക്ക് എന്തോ വല്ലാത്ത സന്തോഷം നൽകി. ചെറിയ രീതിയിലുള്ള ഒരു അഭിനന്ദനമാണെങ്കിൽ പോലും നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും അത് ലഭിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന സന്തോഷമുണ്ടല്ലോ, അത് തന്നെ. താൻ വേഗം പോയി റെഡി ആയിക്കും, എനിക്കിന്ന് അല്പം നേരത്തെ ഓഫീസിൽ പോകണം. പോകും മുമ്പ് ഞാൻ തന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാം. എങ്കിൽ പിന്നെ ജഗം പോയിക്കോളൂ, എനിക്കിന്ന് അല്പം താമസിച്ചു പോയാലും മതി. അതെന്താ? അല്ല, എക്സാം ഒക്കെ എടുക്കാറായില്ലേ? എക്സാംസ് എടുക്കാറായി എന്ന് പറഞ്ഞ് പിന്നെ കോളേജിൽ പ്രോപ്പറായിട്ട് പോകണ്ടേ? ദേ, മടി പിടിച്ചു നിൽക്കാതെ മര്യാദയ്ക്ക് പോയി റെഡി ആയിട്ട് വാ. അപ്പൊ എന്റെ ഓംലെറ്റ്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ചെല്ല്. ജഗനവളെ ഉന്തിത്തള്ളി റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ശേഷം അവൾ ഉണ്ടാക്കിയതും ബാക്കിയായി അവൻ ഉണ്ടാക്കിയതും എല്ലാം ചേർത്തെടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. ജാൻവി താൻ റെഡിയായില്ലേ ഇതുവരെ? ജഗൻ ചെല്ലുമ്പോൾ കാണുന്നത് വയറിൽ കൈവച്ചുകൊണ്ട് ബെഡിലിരിക്കുന്ന ജാൻവിയാണ്. പെട്ടെന്നവന് കാര്യം മനസ്സിലായില്ല. എന്തു പറ്റിയടോ? ഏയ്, ഒന്നുമില്ല പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ്. ജഗൻ അവളെ പിടിച്ചു നിർത്തി. എന്തു പറ്റി? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വയ്യേ? ചെറുതായിട്ട് വയറുവേദനയുണ്ട്. അതാണോ കാര്യം? എന്താ അതിത്ര ചെറിയ കാര്യമാണോ? പെട്ടെന്നുണ്ടായ അവളുടെ ഭാവമാറ്റം കാണിക്കേ. ജഗന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. നല്ല വേദനയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, താനിന്ന് കോളേജിൽ പോകണ്ട, ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. ജഗനത് പറഞ്ഞതും അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. മെല്ലെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താടോ, തീരെ വയ്യെങ്കിലും ഇവിടെ ഇരിക്കുക. അഥവാ കമ്പൈൻ സ്റ്റഡി വല്ലതും ചെയ്യണമെങ്കിൽ തന്റെ ഫ്രണ്ട്സിനോട് ഇങ്ങോട്ട് വരാൻ പറ, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാലോ. ജഗൻ പറഞ്ഞപ്പോ ജാൻവിക്ക് തോന്നി അതൊരു നല്ല ഐഡിയ ആണെന്ന്. എങ്കിൽ പിന്നെ മിഥുനെ അഭിയും ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ? അവൾ വീണ്ടും ചോദിച്ചു.
അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്. വിളിച്ചോ. താങ്ക് യു ജഗൻ. പെട്ടെന്നായിരുന്നു ജാൻവി അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ കവിളിലേക്ക് അതരങ്ങൾ അമർത്തിയത്. ഇരുവരും ഒരുപോലെ സ്റ്റക്കായി പോയ ഒരു നിമിഷമായിരുന്നു അത്. ജാൻവിയാണെങ്കിൽ പെട്ടെന്ന് ജഗനങ്ങനെ പറഞ്ഞതിന്റെ സന്തോഷത്തിന് പുറത്ത് ചെയ്തതായിരുന്നു അത്. എന്നാൽ അവളുടെ ഭാഗത്തു നിന്നും അതൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരുന്നതുകൊണ്ട് തന്നെ ജഗനും വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു. സോറി. അതും പറഞ്ഞുകൊണ്ട് ജാൻവി പെട്ടെന്ന് അവന്റെ കവിളിലേക്ക് കൈ ചേർക്കാൻ തുടങ്ങിയതും അവൻ ആ കൈ പിടിച്ചു വെച്ചു. എന്തിനാ സോറി? പ്രണയാതുരമായി അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഓർക്കാതെ. അവൾ നിന്നു വിക്കി. അവളുടെ കുനിഞ്ഞുപോയ മുഖം അവൻ മെല്ലെ പിടിച്ചുയർത്തി. അല്പനേരം ഇരുവരും പരസ്പരം കണ്ണിൽ നോക്കി നിന്നു. അവളുടെ ഇളം റോസ് അതരങ്ങൾ കണ്ടതും ജഗൻ അവന്റെ പെരുവിരൽ തുമ്പുകൊണ്ടൊന്ന് അവിടെ ഒഴിഞ്ഞു. അനുവാദം ചോദിക്കുന്നത് പോലൊരു ഭാവം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു. സമ്മതമെന്ന് പറയാതെ പറയുന്നത് പോലെ ജാനിയുടെ മിഴികൾ അടഞ്ഞു. വളരെ സാവധാനം ജഗന്റെ അതിരങ്ങൾ അവളുടേതുമായി കൊരുത്തു. പിന്നെ മെല്ലെ ആ പവിഴാതിരങ്ങളെ നുണഞ്ഞു തുടങ്ങി. ഇരുവരുടെയും ശ്വാസതാളം ഓരോ ഗതിയിലായി. ജാൻവി കൂടുതൽ ശക്തിയിൽ അവനോട് ചേർന്ന് നിന്നു. അവളുടെ മൃദുലതകൾ അവന്റെ നെഞ്ചിലമർന്നു. ഇരുവരും കെട്ടിപ്പുണർന്ന് ഏറെ നേരം ആ നിൽപ്പ് തുടർന്നു. ഏറെ നേരത്തിന് ശേഷമുള്ള ദീർഘമായ ചുംബനം അവസാനിപ്പിച്ചപ്പോൾ നന്നേ കിതച്ചു പോയിരുന്നു ജാൻവി. ജഗനെ മുഖമുയർത്തി നോക്കാനാവാതെ അവൾ പിടയ്ക്കുന്ന മിഴികൾ ഇറുക്കിയടച്ചു. അവളുടെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് ജഗൻ അവളിൽ നിന്നും അകന്നു മാറി. ജാൻവി വല്ലാതെ ചുവന്നു തൊടുത്തുപോയിരുന്നു. അടിവയറ്റിലെ വേദനയ്ക്ക് നേരത്തെ ആശ്വാസം തോന്നി അവൾക്ക്. സമയം താമസിച്ചത് പോയതുകൊണ്ട് ജഗൻ വേഗം അവളിൽ നിന്ന് അടർന്നു മാറി. ഫ്രഷായി യൂണിഫോം ധരിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും ഇറങ്ങി വന്നു. ആ സമയം ജാൻവി കട്ടിലിൽ കിടക്കുകയായിരുന്നു. ജഗൻ അവൾക്കടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് മെല്ലെ അവളുടെ വയറിൽ തൊട്ടു. ഇപ്പോഴും വേദനയ്ക്ക് കുറവില്ലേ? കുഴപ്പമില്ല ജഗൻ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആഹാരം കഴിക്ക്. അതിനുശേഷം അല്പസമയം ഒന്ന് കിടന്നുറങ്ങുക. എനിക്കിപ്പോൾ ആഹാരം വേണ്ട. ജഗൻ കഴിച്ചിട്ട് പോയിക്കോളൂ, ഞാൻ പിന്നീട് കഴിക്കാം. അത് വേണ്ട, പിന്നീട് കഴിക്കാന്ന് പറഞ്ഞ് താൻ പിന്നെ കഴിക്കത്തൊന്നുമില്ല. എനിക്കറിയാലോ. വാ, വന്നിരിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇന്നൊരു ദിവസം നമുക്ക് ഫുഡ് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഞാൻ പോയി ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. ജഗൻ അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അതെ, എനിക്കത്ര വലിയ അസുഖമൊന്നുമില്ല, ഞാൻ അവിടെ വന്ന് കഴിച്ചോളാം. അതും പറഞ്ഞുകൊണ്ട് ചൊടിയോടെ അവൾ മുന്നേ നടന്നപ്പോൾ ചിരിയോടെ അവനും പിന്നാലെ നടന്നു. ഇത് തന്നെയല്ലേ ഞാനും ആദ്യം പറഞ്ഞത്? ജഗൻ ചോദിച്ചപ്പോൾ ജാൻവി മറുപടിയൊന്നും പറഞ്ഞില്ല. ജഗനെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവൾ. ഇരുവരും ആഹാരമൊക്കെ കഴിച്ച് വാതിൽക്ക വരച്ചെന്ന് ജഗനെ യാത്രയാക്കിയ ശേഷമാണ് ജാൻവി തിരികെ അകത്തേക്ക് കയറിയത്. അങ്ങനെ എപ്പോഴും ഒന്നും ഈ വേദന വരാറില്ല. വല്ലപ്പോഴും 3 മാസത്തിലൊരിക്കലോ അങ്ങനെ വല്ലപ്പോഴും ഒരു വേദന വരും. പക്ഷെ വരുന്ന സമയങ്ങളിൽ അതൊരു ഒന്നൊന്നര വേദനയായിരിക്കും. സത്യം പറഞ്ഞാൽ ടാബ്ലറ്റ് പോലും കയ്യിൽ കരുതിയിട്ടില്ല. ജാൻവി ഓർത്തു. ശേഷം അവൾ റൂമിലേക്ക് വന്ന് ഫോൺ എടുത്ത് മിഥുവിനെ വിളിച്ചു. ഹലോ മിഥു, നീ എവിടാ? ഞാൻ ഹോസ്റ്റലിലാ. എന്താടി? എടി, അത് ഇന്നെനിക്ക് പീരിയഡ്സ് ആയി. ഭയങ്കര വയറുവേദനയാ. ജഗൻ പറഞ്ഞിന്ന് കോളേജിൽ പോകണ്ട, വീട്ടിൽ പഠിക്കാന്. നമ്മുടെ പോർഷൻസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയതല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്ത് കാര്യം? മിഥു ആകാംക്ഷയോട് ചോദിച്ചു. അതല്ല, കമ്പൈൻ സ്റ്റഡി ചെയ്യണമെങ്കിൽ നിന്നെ അഭിയേം ഇവിടേക്ക് വിളിച്ചോ, എന്നിട്ട് ഇവിടെ ഇരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു. ആഹാ, എന്റെ ഏട്ടൻ തന്നെയാണോ ഇത്? മിഥു വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു. എടി, എങ്കിലൊരു കാര്യം ചെയ്യ്, ഞാൻ ഇപ്പം തന്നെ അഭിയെ വിളിച്ചു പറയാം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ അവിടേക്ക് വരാം. മിഥു പറഞ്ഞതും ജാൻവി ഓക്കെ പറഞ്ഞു. പിന്നെ മിഥു, മറ്റൊരു കാര്യം കൂടി, നീ വരുന്ന വഴിക്ക് എനിക്കൊരു പെയിൻ കില്ലർ വാങ്ങിയിട്ട് വരണം. ഈ മാസം വല്ലാതെ വേദനയുണ്ട്. ആണോ? ഓക്കെ ഡി, ഞങ്ങളെല്ലാം വാങ്ങിയിട്ട് വേഗം വരാം. ശരിയടി. മിഥുവുമായുള്ള സംഭാഷണം കഴിഞ്ഞ് ഫോൺ വെച്ച ശേഷം ജാൻവി കുറച്ച് അധികം നേരം ബെഡിൽ കിടന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു. ഇത്ര വേഗം വന്നോ? അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജാൻവി ചെന്ന് ഡോർ തുറന്നു. ഡോർ തുറന്നപ്പോൾ മുൻപ് ഡെലിവറി ബോയ് ആണ് നിൽക്കുന്നത്. താനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ജാൻവി മനസ്സിലോർത്തു. മേഡം, ഇതിവിടേക്കുള്ളതാണേ. അതും പറഞ്ഞുകൊണ്ട് 2-3 കിറ്റുകൾ ആ പയ്യൻ ജാൻവിയുടെ കയ്യിലേക്ക് കൊടുത്തു. അവനെ നോക്കി തലകുലുക്കിക്കൊണ്ട് ജാൻവി അകത്തേക്ക് കയറി. സാധനങ്ങളെല്ലാം ടേബിളിലേക്ക് വെച്ച് അതേസമയം തന്നെ അവളുടെ ഫോണിലേക്ക് ജഗന്റെ കോൾ വന്നിരുന്നു. ജാൻവി, ഒരു പയ്യൻ അവിടെ വന്നിരുന്നോ? വന്നിരുന്നു. കുറച്ച് സാധനങ്ങളും തന്നു.
ജഗനാണ് ഓർഡർ ചെയ്തത്. അതെ, ഞാൻ തന്നെ അതെല്ലാം ഓർഡർ ചെയ്തത്. തനിക്കുള്ളതാകട്ടോ. എനിക്കുള്ളതോ? എടോ, താനത് പതുക്കെ തുറന്നു നോക്ക്. ഞാനേ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവാ. ഫ്രീ ആവുമ്പോൾ വിളിക്കാം കേട്ടോ. ഓക്കെ ജഗൻ. അതും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് ജാൻവി കവറുകൾ ഓരോന്നായി തുറന്നു. ചോക്ലേറ്റ്സും ഐസ്ക്രീമും പിന്നെ എന്തൊക്കെയോ സ്നാക്സ്. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു കവർ പാടും ഉണ്ടായിരുന്നു. ജാൻവിക്ക് മിഴികൾ നിറഞ്ഞു പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരാൾ തന്നെ ഇത്ര കണ്ട് പരിഗണിക്കുന്നത്. എന്തോ ജഗനെ കാണാനൊക്കെ അവൾക്ക് തോന്നിപ്പോയി ആ നിമിഷം. ഒപ്പം ജഗൻ അരികിലുണ്ടായിരുന്നുവെങ്കിൽ അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് അവനൊരു മുത്തം കൊടുക്കാനും അവൾ ആഗ്രഹിച്ചു പോയി. ജാൻവി കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. അതിൽ നിന്ന് ഡയറി മിൽക്കിന്റെ ഒരു ചോക്ലേറ്റും എടുത്ത് സോഫയിലേക്ക് ഇരുന്നു. മെല്ലെ അത് നുണഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് മിതുവും അബിയും വന്നത്. അവരുടെ കയ്യിലും കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ച് ജാൻവി. ശേഷം ഡോറ് ലോക്ക് ചെയ്തു. അബിയും മിതുവും ചുറ്റു നടന്ന് ആ ഫ്ലാറ്റ് മുഴുവൻ കണ്ടു. ഇത് കൊള്ളാലോ ജാൻവി, അബി അവൾക്ക് അടുത്തേക്ക് വന്ന് പറഞ്ഞു. അവനെ നോക്കി മറുപടിയായി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ അവൾ. നിങ്ങളിരിക്കെ, ആഹാരം കഴിച്ചിട്ടാണോ വന്നത്? ജാൻവി ചോദിച്ചു. ആടി, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചു. അബി പറഞ്ഞതിന് പിന്നാലെ മിതുവും പറഞ്ഞു. പിന്നെ ഇരിക്കെ, കുറച്ചു നേരം നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. ജാൻവി പറഞ്ഞുകൊണ്ട് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ചോക്ലേറ്റിൽ നിന്ന് കുറച്ച് ഭാഗം അടർത്തി അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. അതല്ല, ഇതെന്താ ഈ കവറിലൊക്കെ? മിതു ടേബിളിന്റെ പുറത്തേക്ക് വെച്ച കവറിലേക്ക് നോക്കിക്കൊണ്ടാണ് ജാൻവി ചോദിച്ചത്. അതോ, അത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി ഞങ്ങൾ. എന്തായാലും ഇവിടെ ചോറൊന്നും വെക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെന്തിനാ വെറുതെ ഓർഡർ ചെയ്യുന്നത്? ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ. അയ്യടാ, നിങ്ങളിവിടെ ആഹാരം വെക്കാനാണോ വന്നേ, അതോ പഠിക്കാനോ? എന്റെ പൊന്നുമോളെ, ചൂടാവില്ലേ? വല്ലപ്പോഴും അല്ലേ വീട്ടിലെ ഭക്ഷണമൊക്കെ തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കാൻ ഒരവസരം കിട്ടത്തുള്ളൂ. ആ ഹോസ്റ്റലിലെ ഭക്ഷണം കഴിച്ച് കഴിച്ച് ഞാനൊരു വഴിയായി, മിതു പറഞ്ഞു. നിന്നോട് ഞാൻ നല്ല കാര്യം പറഞ്ഞതല്ലേ, നിനക്കുള്ള ലഞ്ചും കൂടി ഞാൻ കൊണ്ടുവരാന്ന്. അബി ഇടയ്ക്ക് കയറി. അപ്പൊ നീയല്ലേ പറഞ്ഞത് എന്നും ഒന്നും ലഞ്ചെടുത്തു കഴിഞ്ഞാൽ അത് അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാകൂന്ന്. ജാൻവി അവരിരുവരെയും മാറി മാറി നോക്കുകയാണ്. ആഹാ, അതിനിടയിൽ താനറിയാതെ ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടായോ എന്നൊരു ഭാവമാണ് ജാൻവിയുടെ മുഖത്ത്. എങ്കിൽ പിന്നെ നമുക്ക് പണി തുടങ്ങിയാലോ? മിതു അബിയെ നോക്കി. ദാ കിച്ചൺ അവിടെയാ, വാ അങ്ങോട്ട് പോകാം. ജാൻവി പറഞ്ഞതും മിതു അവളെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. ദാ ഇതാ നിന്റെ പെയിൻ കില്ലർ. ഇട്ടിരുന്ന ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ടാബ്ലറ്റ് എടുത്ത് ജാൻവിയുടെ കയ്യിലേക്ക് കൊടുത്തു. തൽക്കാലം നീ ഇതും കഴിച്ചുകൂടി ഇരിക്കെ. ഞങ്ങൾ രണ്ടാളും കൂടി ലഞ്ച് പ്രിപ്പയർ ചെയ്തോളാം. കഴിക്കാറാകുമ്പോൾ ഒന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് വന്നാൽ മതി കേട്ടോ. ജാൻവിയുടെ കവളി തട്ടി അതും പറഞ്ഞുകൊണ്ട് മിതു സാധനങ്ങളും എടുത്ത് അബിക്കൊപ്പം കിച്ചണിലേക്ക് നടന്നു. അവരുടെ ആ പോക്ക് നോക്കി ചിരിയോടെ ഇരുന്ന് ജാൻവി. സോഫയിൽ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് പോയതെങ്കിലും ജാനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൾ അവിടുന്ന് പതിയെ എണീറ്റ് കിച്ചണിൽ ചെന്നു. ആലോചനയോടെ 4 ഭാഗത്ത് നോക്കി നിൽക്കുന്ന അബിയെ മിതുവിനെയും കാണാൻ ജാൻവിക്ക് ചെറുതായി ചിരി വന്നു പോയി. സാധനങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് 2 പേർക്കും വലിയ ധാരണയില്ല. അതുതന്നെ പ്രശ്നം. എന്താണ്, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തില്ലേ ഇതുവരെ? ജാൻവി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിന്നെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് പോന്നതല്ലേ? പെട്ടെന്ന് ജാൻവിയെ കണ്ടതും മിതു ചോദിച്ചു. കൊള്ളാം, അവിടെ തന്നെ ഇരുന്നെങ്കിൽ ഈ കളി കാണാൻ പറ്റുമായിരുന്നു എനിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന 2 എണ്ണത്തിനെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് ജാൻവി പറഞ്ഞു. അത് പിന്നെ ജാനു, ഇവിടെ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട്. അബി താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞതും ജാൻവി നേരെ ചെന്ന് അവന്റെ തോളിലേക്ക് അടിച്ചു. വാ, ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് ഓരോ സാധനങ്ങളും എവിടേക്കായി ഇരിക്കുന്നതെന്നെല്ലാം അവൾ അവർക്ക് കാണിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ ഏട്ടൻ ഉപയോഗിക്കില്ലെങ്കിലും എല്ലാം കൃത്യമായി വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ഇരിക്കുന്ന മിക്സിയും ബ്ലെൻഡറും ഒക്കെ നോക്കിക്കൊണ്ടാണ് മിതു ചോദിച്ചത്. ജാൻവി ചിരിയോടെ തലയാട്ടി. എങ്കിൽ പിന്നെ നീ പൊക്കോ, ഞങ്ങൾ രണ്ടാളും കുക്ക് ചെയ്തിട്ട് വിളിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലിട്ട ചെയറിലേക്ക് അവളിരുന്നു. പിന്നെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് 3 പേരും ചേർന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങി. മിതുവിനും ഈ പറഞ്ഞതുപോലെയാണ്, കുക്കിംഗ് ഒന്നും വലിയ ധാരണയില്ല. പക്ഷെ അബി അങ്ങനല്ല, അവനെല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിയാം. കുറേ നാള് അവന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന നേരത്തൊക്കെ അവൻ തന്നെയാണ് വീട്ടിൽ പാചകവും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കി നടത്തിയത്. അതുകൊണ്ട് അവൻ ഇതിലൊക്കെ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ്.
അരി കഴുകി കുക്കറിലിട്ട് ചോറുണ്ടാക്കി, പരിപ്പ് കറി വെച്ചു. പിന്നെ അവർ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളിൽ നിന്നും ക്യാരറ്റ് കൊണ്ടൊരു തോരനുണ്ടാക്കി, പപ്പടം പൊരിച്ചു. ഫ്രിഡ്ജിൽ നിന്ന് മുട്ടയെടുത്ത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി. നിമി നേരത്തിനുള്ളിൽ പാചകം കഴിഞ്ഞു. പിന്നെ വാചകമായി. കുറേ നേരം ജാൻവിയുടെ റൂമിന്റെ മുൻപിൽ ബാൽക്കണിയിൽ പോയി ഇരുന്നുകൊണ്ട് അവർ വർത്തമാനം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബുക്കൊക്കെ എടുത്തു വെച്ച് പഠിക്കാമെന്ന് തീരുമാനമായി. ജാൻവിക്കും മിഥുവിനും കുറേയേറെ സംശയങ്ങളുണ്ടായിരുന്നു. അബി അതെല്ലാം ക്ലിയറാക്കി അവർക്ക് പറഞ്ഞു കൊടുത്തു. പഠിച്ചു തളർന്നപ്പോൾ അവർ ഫുഡ് എടുത്തു കൊണ്ടുവന്ന് ബാൽക്കണിയിലെ വെറും നിലത്തിരുന്ന് കായൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ആഹാരം കഴിച്ചു. ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒരു മൂവിയൊക്കെ കണ്ട ശേഷമാണ് അബിയും ഇതും പോകാനിറങ്ങിയത്. എന്തോ അവർ പോകാനിറങ്ങിയപ്പോൾ ജാൻവിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇനി ഇതുപോലെ ഇടയ്ക്കൊക്കെ വരാമെന്ന് പറഞ്ഞ ശേഷം അവർ മടങ്ങിപ്പോയത്. അവർ പോയ പിന്നാലെ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ജാൻവി അകത്തേക്ക് കയറി. കുറച്ചധികം നേരം കിടന്നുറങ്ങി. ഒന്നുറങ്ങി എണീറ്റപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം. നേർത്ത 4 മണി വെയിൽ തുറന്നിട്ട ബാൽക്കണി വഴി അവളുടെ റൂമിലേക്ക് ഒഴുകിയെത്തി. ജാൻവി എഴുന്നേറ്റ് ബെഡൊക്കെ വിരിച്ചിട്ട ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയോടെ നിന്നു. അപ്പോഴാണ് അവൾക്ക് ഫ്ലാറ്റിന്റെ റീക്രിയേഷൻ ഗ്രൗണ്ടിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഒരിക്കൽ കണ്ടിരുന്നു ആ സ്ഥലം. പക്ഷേ അന്ന് നല്ല വെയിലായതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഒരു ട്രാക്ക് പാൻറ്റും ടോപ്പും എടുത്തിട്ട് മുടി ഉയർത്തി പോണിറ്റേൽ കെട്ടിവെച്ചുകൊണ്ട് പതിയെ അവിടേക്ക് നടന്നു. കായലിന്റെ തീരത്താണ് റീക്രിയേഷൻ സെന്റർ. ചിൽഡ്രൻസ് പാർക്കും അവിടെയുണ്ട്. കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് പേരൻസിന് വേണമെങ്കിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊക്കെ അവിടുത്തെ പാർക്കിലിരുന്ന് കളിക്കുന്നുണ്ട്. മിക്ക കുട്ടികൾക്കും ഒപ്പം വന്നിരിക്കുന്നത് ഗ്രാൻഡ് പേരൻസ് ആണ്. അത് കാണുക ജാനിക്കും അവളുടെ ബാല്യകാലം ഓർമ്മ വന്നു പോയി. അവളും ഇതുപോലെ തന്നെയായിരുന്നു. നന്നേ ചെറിയ പ്രായം തൊട്ട് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒപ്പമായിരുന്നു എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും വിരലിൽ തൂങ്ങി നടക്കാൻ കൊതിച്ച അവളുടെ പിഞ്ചു മനസ്സ് അവൾക്കെന്തോ ആ കുട്ടികളെയെല്ലാം കണ്ടപ്പോൾ അവളെ തന്നെ ഓർമ്മ വന്നു. കുറച്ചധികം നേരം അവിടെ ഇരുന്ന് 1-2 കുട്ടികളോടൊക്കെ വർത്താനം പറഞ്ഞ് അവരുടെ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ പരിചയപ്പെട്ട ശേഷമാണ് ജാൻവി തിരികെ ഫ്ലാറ്റിലേക്ക് മടങ്ങിയെത്തിയത്. തനിച്ച ഫ്ലാറ്റിനുള്ളിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഏകാന്തത തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. അവൾ ഷെൽഫിനടുത്തേക്ക് നടന്നു. അവിടെ കുറച്ചധികം ബുക്സൊക്കെ ഇരിപ്പുണ്ട്. മിക്കതും ജഗൻ വായിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റോറീസാണ്. കുറ്റാന്വേഷണ കഥകളും ഹൊറർ സ്റ്റോറീസും ഒക്കെയാണ്. ജാൻവി അതിൽ നിന്നും ഒരു കുറ്റാന്വേഷണ നോവലെടുത്ത് വീണ്ടും ബാൽക്കണിയിലേക്ക് വന്നിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയായിരുന്നു അത്. പുറത്തെ വെയിൽ മങ്ങി ചെറുതായി ഇരുട്ട് പടർന്നു. മെല്ലെ അവൾ ഓരോരോ പേജുകളായി മറിച്ച് ആകാംക്ഷയോടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് പുറത്ത് കോളിംബെൽ മുഴങ്ങിയത്. അകാരണമായ ഒരു ഭയം തന്നെ വന്ന് പൊതിയുന്നത് പോലെ ജാൻവിക്ക് തോന്നി. വായിച്ചുകൊണ്ടിരുന്ന ബുക്കിന്റെ പേപ്പർ പാതിയിൽ മടക്കി ബുക്ക് ഡൈനിങ് ടേബിളിൽ വെച്ച് ജാൻവി ഡോർ തുറക്കുവാനായി വാതിലിനടുത്തേക്ക് നടന്നു. തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.